നമസ്കാരം. ഏവർക്കും മാർത്തോമാ വിഷന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സഭാവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം ആർക്കും കവർന്നെടുക്കുവാനാകില്ലെന്ന് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലിത്ത. മാർത്തോമാ സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡലം തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പോലിത്ത സ്മാരക ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമാധാനകാംക്ഷികളും രാജ്യസ്നേഹികളുമായ രാഷ്ട്ര നിർമ്മാണത്തിൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ക്രൈസ്തവരെ വേട്ടയാടിയും ഭയപ്പെടുത്തിയും നിശബ്ദരാക്കുന്ന സമകാലിക പ്രവണത നാടിന്റെ നടവഴികളിലൂടെയുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കും. ഒരു സുപ്രഭാതത്തിൽ മുളച്ചു വന്നവരല്ല ഭാരത ക്രൈസ്തവർ. എത്ര തലമുറകളായി ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. ദേശീയഗാനം കേട്ടാൽ മനസ്സു തുറന്നും കാതുകൂർപ്പിച്ചും ആദരവോടെ നിൽക്കുകയും കണ്ണു നിറഞ്ഞു പോവുകയും ചെയ്യുന്ന ശക്തരായ രാജ്യസ്നേഹികളായ ഉത്തമ പൗരന്മാരാണ് ഇവിടുത്തെ വിശ്വാസ സമൂഹം എന്നത് ഓർക്കണം. വോട്ടർ പട്ടികയിലെ തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? സാങ്കേതികത്വത്തിന്റെ പേരിൽ അവകാശം നിഷേധിക്കലല്ല, തെറ്റുതിരുത്താൻ അവകാശം നൽകുകയാണ് വേണ്ടത്. രാജ്യത്താകമാനം പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങളും പോലീസ് നടപടികളും സൃഷ്ടിക്കുന്ന ആശങ്ക ഒട്ടും ചെറുതല്ല. മതപരിവർത്തന നിരോധന നിയമം പലപ്പോഴും ദുരുപയോഗം ചെയ്യുന്നു. ജനസംഖ്യയിൽ കുറവ് വരുന്ന ക്രൈസ്തവരെയും മറ്റു മൈനോറിറ്റിയായി പ്രഖ്യാപിച്ച് സംരക്ഷണം നൽകണം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിരിക്കുന്ന നയം കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രോത്സാഹനജനകമല്ല. സ്ഥിര നിയമന അംഗീകാരമില്ലാതെ അധ്യാപകരെ ദിവസവേതനക്കാരാക്കി മാറ്റുന്നത് ഗുണനിലവാര തകർച്ചയിലേക്ക് നയിക്കുമെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. അവരുടെ വേദനയ്ക്ക് നടുവിൽ ചിരിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഭൂപ്പന്തൽ നമുക്ക് ഒരുക്കാനാകണം. അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുവാനും ഇരുട്ടിൻ്റെ നടുച്ചുവരുകൾക്കിടയിലെ പ്രകാശത്തിൻ്റെ മാലാഖമാരാകാനുമുള്ള വിളി നാം കേൾക്കാതെ പോകരുത്. പ്രൊഫസർ എം തോമസ് മാത്യു ധ്യാന പ്രസംഗം നടത്തി. സഫ്രഗൻ മെത്രാപ്പൊലിത്തമാരായ ഡോക്ടർ യുവാക്കി മാർ കൂർലോസ്, ഡോക്ടർ ജോസഫ് മാർ ബർണബാസ്, എപ്പിസ്കോപ്പമാരായ തോമസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ്, ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ്, ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ്, ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ്, ഡോക്ടർ തോമസ് മാർ തീത്തൂസ്, സക്രിയാസ് മാർ അപ്രേം, മാത്യൂസ് മാർ സെറാഫീം, ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എന്നിവർ പങ്കെടുത്തു. സഭാ സെക്രട്ടറി റവറൻ എബി ടി മാമൻ സഭയുടെ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. സീനിയർ വികാരി ജനറൽ വെരി റവറൻ മാത്യു ജോൺ, സഭാ വൈദിക ട്രസ്റ്റി റവറൻ ഡേവിഡ് ഡാനിയൽ, ആത്മായ ട്രസ്റ്റി അൻസിൽ സക്രിയ കോമാട്ട്, സഭാ കൗൺസിൽ അംഗങ്ങൾ, സഭാ പ്രതിനിധി മണ്ഡലാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ലോകമെങ്ങും നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. രണ്ടാം ദിവസം രാവിലെ സെന്റ് തോമസ് പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ ജോസഫ് മാർ ഇവാനിയോസ് എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്പെഷ്യൽ മണ്ഡലം ചേർന്ന് ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ചു. മാർത്തോമാ സഭ ഡൽഹി ഭദ്രാസനത്തിന്റെ ജമ്മു ആൻഡ് കാശ്മീർ മാർത്തോമാ മിഷന്റെ 20ാമത് വാർഷികാഘോഷവും മിഷൻ ദിനവും സെപ്റ്റംബർ 16, 17 തീയതികളിൽ ജമ്മു കാശ്മീർ മാർത്തോമാ മിഷൻ സെന്ററിൽ നടത്തും. ഡൽഹി ഭദ്രാസനാധ്യക്ഷൻ സക്രിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ മുഖ്യ അതിഥിയായിരിക്കും. പുനരുദ്ധീകരിച്ച മിഷൻ കേന്ദ്രത്തിന്റെയും പുതുതായി നിർമ്മിച്ച ഗസ്റ്റ് റൂമുകളുടെയും കൂദാശ 16 വൈകുന്നേരം 5 മണിക്ക് മാർ അപ്രേം എപ്പിസ്കോപ്പ നിർവഹിക്കും. തുടർന്ന് മിഷൻ ദിന സമ്മേളനവും ചേരും. 17 രാവിലെ 8 മണിക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷയോടുകൂടെ 20ാം വാർഷികാഘോഷങ്ങൾക്ക് സമാപനം കുറിക്കും. 2005 ഡൽഹി ഭദ്രാസനം ജമ്മു കാശ്മീരിലെ ജമ്മു പരിഭ്രമ കേന്ദ്രമാക്കി ആരംഭിച്ചതാണ് ജമ്മു കാശ്മീർ മാർത്തോമാ മിഷൻ. 20ാം വാർഷികാഘോഷവേളയിൽ മിഷന്റെ ആദ്യകാല സുവിശേഷകരെ ആദരിക്കും. ഭദ്രാസന വികാരി ജനറൽ വെരി റവറൻ ഡാനിയൽ തോമസ്, ഭദ്രാസന സെക്രട്ടറി റവറൻ സാം എബ്രഹാം, മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം നോർത്ത് ഇന്ത്യൻ കോർഡിനേറ്റർ റവറൻ റൊണാൾഡ് രാജു, ജമ്മുവിലെ വിവിധ ക്രിസ്ത്യൻ സുവിശേഷ പ്രവർത്തകർ എന്നിവർ പങ്കെടുക്കും. മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘം 137ാമത് സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 13 ഉമ്മയാറ്റുകര മാർത്തോമാ പള്ളിയിൽ മിഷൻ എക്സ്പോയും ധന്യസ്മൃതി സംഗമവും സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ക്രമീകരിക്കുന്ന ധന്യസ്മൃതി സംഗമത്തിൽ കല്ലുശ്ശേരി കടവിൽ മാളികയിൽ മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ സുവിശേഷ സേനാനികളുടെ പിന്മുറക്കാരായ കുടുംബാംഗങ്ങളെയും ഇടവകയെയും സംഘം സ്നേഹിതരെയും അനുസ്മരിക്കും. സംഘം പ്രസിഡന്റ് ഡോക്ടർ ഐസക് മാർ ഫിലിക്സിനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്യും. സഭാ ചരിത്രകാരനും പ്രഭാഷകനുമായ റവറൻ ഡോക്ടർ ഈപ്പൻ വർഗീസ് മുഖ്യ സന്ദേശം നൽകും. മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് 218 കോടി രൂപയുടെ ബജറ്റ്. തിരുവല്ലയിൽ ചേർന്ന മാർത്തോമാ സഭ പ്രതിനിധി മണ്ഡല വാർഷിക യോഗത്തിൽ ആത്മായ ട്രസ്റ്റി അഡ്വക്കേറ്റ് അൻസിൽ സക്രിയ കോമാട്ട് ബജറ്റ് അവതരിപ്പിച്ചു. സഭയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന 11 സ്ഥാപനങ്ങളുടെ ബജറ്റും സഭാ പ്രതിനിധി മണ്ഡലം അംഗീകരിച്ചു. സഭാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലിത്ത അധ്യക്ഷത വഹിച്ചു. 5 പുതിയ പദ്ധതികൾ ബജറ്റിൽ ഉൾപ്പെടുത്തി. മാർത്തോമാ യൂണിവേഴ്സിറ്റി,
തെള്ളിയൂർ MCRD ഓട്ടിസം കോളേജിന് സ്പെഷ്യൽ ഗ്രാന്റ്, വനിതാ കർഷക അവാർഡ്, ഹൃദയ ശസ്ത്രക്രിയ സഹായ പദ്ധതി, സോളാർ പദ്ധതി എന്നിവയാണ് പുതിയ പദ്ധതികൾ. മാർത്തോമാ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നതിനായി 25 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തി. തെള്ളിയൂർ MCRDയിൽ ഓട്ടിസം കോളേജിന് സ്പെഷ്യൽ ഗ്രാന്റായി 3 ലക്ഷം രൂപ നൽകും. ആഗോള വനിതാ കർഷക വർഷാചരണം പ്രമാണിച്ച് വനിതാ കർഷക അവാർഡ് നൽകും. ഇതിനായി 25,000 രൂപ ചിലവിടും. മാർത്തോമാ സഭ സെക്രട്ടേറിയറ്റിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനായി 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയുടെ പട്ടത്വ സുവർണ ജൂബിലി പ്രൊജക്ടുകളായ അഭയം, ലക്ഷ്യ പദ്ധതികൾക്ക് സംഭാവന പ്രതീക്ഷിച്ചു. 3.5 കോടി രൂപ വരവും 3.5 കോടി രൂപ ചിലവും പ്രതീക്ഷിച്ചു. ബജറ്റിൽ തുക വകകൊള്ളിച്ചു. വയനാട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വടുവഞ്ചാൽ കേന്ദ്രമാക്കി 3 ഏക്കർ 31.5 സെന്റ് സ്ഥലത്ത് വീടുകളും സാന്ത്വന പരിചരണ കേന്ദ്രവും ആരംഭിക്കുന്നതിനായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വരുന്നു. ചിലവുകൾക്കായി 3.25 കോടി രൂപയും ബജറ്റിൽ ചേർത്തു. വാളകത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ്, മാർത്തോമാ ഹെറിറ്റേജ് മ്യൂസിയം, SCS ടവർ, TK റോഡിനും പുഷ്പഗിരി റോഡിനോടും ചേർന്ന് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, ചെയർമാൻസ് റോഡിനോട് ചേർന്ന് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ് എന്നിവയും ബജറ്റിൽ ഉൾപ്പെടും. വൈദികരണ മെഡിക്കൽ ഇൻഷുറൻസ്, ഭദ്രാസന ഇടവക ഇന്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ, സഭയുടെ വെബ്സൈറ്റ് പുതുക്കുന്നതിനും ആർക്കൈവ്സ്, ഡിജിറ്റലൈസേഷൻ, ഡിജിറ്റൽ ആർക്കൈവ്സ്, മാർത്തോമാ വിഷൻ ചാനൽ, ഭരണപരമായ ചിലവുകൾ എന്നിവയ്ക്കും ബജറ്റിൽ തുക ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. 3 ദിവസങ്ങളായി തിരുവല്ല ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ സ്മാരക ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ച മാർത്തോമാ സഭ പ്രതിനിധി മണ്ഡല യോഗം സമാപിച്ചു. ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത സമാപന സന്ദേശം നൽകി. മാർത്തോമാ സഭയ്ക്ക് ഒരു യൂണിവേഴ്സിറ്റി ട്രസ്റ്റിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് മണ്ഡലം അംഗീകാരം നൽകി. ഇത് സംബന്ധിച്ച് കൗൺസിൽ റിപ്പോർട്ട് യോഗം അംഗീകരിച്ചു. മാർത്തോമാ സഭയുടെ ഓരോ കോളേജുകളും പ്രത്യേകം സൊസൈറ്റിയുടെ കീഴിൽ ഓട്ടോണോമസ് ആക്കുന്നതിനായുള്ള റിപ്പോർട്ടും അംഗീകരിച്ചു. സഭാ കാര്യാലയം മുമ്പ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം സഭയുടെ പൈതൃക സംരക്ഷണത്തിനും ആത്മീയ പരിപോഷണത്തിനുമായി ഉപയോഗപ്രദമാക്കുന്നതിന് തീരുമാനിച്ചു. 50 ലക്ഷം രൂപ ഈ വർഷം ബജറ്റ് ചെയ്യുന്നതിനും തീരുമാനിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു നിക്കയുടെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പഠനം നടന്നു. കൺവീനർ റവറൻഡ് ഡോക്ടർ ജോൺ ഫിലിപ്പ് അട്ടത്തറയിൽ വിഷയം അവതരിപ്പിച്ചു. സഭയുടെ 2024-25 വാർഷിക റിപ്പോർട്ടും അംഗീകരിച്ചു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ശാലോം.